വാഹന ലോകത്ത് ദിവസേന എന്നോണം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ പുതിയ ടെക്നോളജികൾ വരുന്നു, പുതിയ വണ്ടികൾ വരുന്നു, പഴയ വണ്ടികൾ അരങ്ങൊഴിഞ്ഞു പോകുന്നു, പുതിയ വണ്ടികൾ വീണ്ടും അനൗൺസ് ചെയ്യപ്പെടുന്നു. അങ്ങനെ പല 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 കാര്യങ്ങളും ദിവസം എന്നോണം നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുമ്പോൾ ഇപ്പം നമ്മളെല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും ഓരോ വീഡിയോസൊക്കെ ചെയ്യാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു. ചോദ്യോത്തര വീഡിയോസ് ചെയ്യാറുണ്ട്, അതുപോലെ വാഹന ലോകത്തെ വാർത്തകളെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഡിസംബർ 1 വണ്ടിപ്രാന്തന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധാരണ ഒന്ന് വാഹന ലോകത്ത് നടക്കുന്ന കുറച്ച് കാര്യങ്ങളിലൂടെ ഒന്ന് കണ്ണോടിക്കാം. ആദ്യമായിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് പല പല കൗതുകങ്ങൾ നമ്മുടെ വാഹന ലോകത്തുണ്ട്. പല പല കൗതുകങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് കൗതുകങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു കൗതുകം ഞാൻ ആദ്യം പറയാണ്. അതായത് ഈയിടെ ഒരു കുഞ്ഞ് ഇലക്ട്രിക് കാർ ഇറങ്ങിയല്ലോ, പിന്നിൽ 2 പേർക്കും മുന്നിൽ ഒരാൾക്കും ഇരിക്കാമെന്നൊക്കെ പറയുന്ന PMV മോട്ടോഴ്സിന്റെ ആ വണ്ടിയുടെ ടെയിൽ ലാമ്പിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ആ വണ്ടിയുടെ ടെയിൽ ലാമ്പ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. കുറേ നേരം ആലോചിച്ചു, ഇതിപ്പോൾ ഞാൻ എവിടെ കണ്ടേ? അധികം ദൂരമൊന്നും പോകേണ്ടി വന്നില്ല. നമ്മുടെ നാനോ കാറിന്റെ ഫോഗ് ലാമ്പ്, ആഫ്റ്റർ മാർക്കറ്റ് ഫോഗ് ലാമ്പ് അതുപോലെ എടുത്ത് വെച്ചേക്കാണ് ആ ഒരു ടെയിൽ ലാമ്പ് എന്ന് പറയുന്നത്. അതൊരു വല്ലാത്ത കൗതുകം എനിക്ക്. പക്ഷേ എന്തായാലും ആ ഒരു വണ്ടിയുടെ വീഡിയോ കണ്ടപ്പോൾ അല്ലെങ്കിൽ വണ്ടിയുടെ വാർത്തകൾ വായിച്ചപ്പോൾ അറിയാം ഹോണ്ട സിറ്റിയുടെ സ്റ്റിയറിംഗ് ആണ്. അങ്ങനെ പല പല കോമ്പൗണ്ടിനും പല പല വണ്ടികളിൽ നിന്ന് എടുത്തിട്ടാണ് ഒരു വണ്ടി ഉണ്ടാക്കിയത്. പക്ഷേ ആ ഒരു വണ്ടിയിൽ നമ്മളെ ഫോഗ് ലാമ്പ് ടെയിൽ ലാമ്പായി കണ്ടപ്പോൾ ഒരു കൗതുകം ഉണ്ടല്ലോ, ആ ഒരു കൗതുകം ആദ്യത്തെ ഒരു കൗതുകമായിട്ട് പറയാം. അങ്ങനെ ആ ഒരു കൗതുകത്തിന്റെ മുകളിൽ ഞാൻ ആ വണ്ടി ഒന്നുകൂടി ഒന്ന് അനലൈസ് ചെയ്തു. ഈ വണ്ടി ഇവിടെ ഹിറ്റ് ആവാൻ ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ വണ്ടി ഇവിടെ വിജയിക്കുമോ എന്നുള്ളത് നോക്കി. എനിക്ക് തോന്നുന്നേ ഇപ്പോൾ നമ്മുടെ ബജാജിന്റെ ക്യൂട്ട് പോലുള്ള വണ്ടികൾ ആളുകൾ മേടിച്ചിട്ടുണ്ട്. അതുപോലെ ഏതൊരു വണ്ടി ഇറങ്ങിയാലും ആളുകൾ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ PMVയുടെ ഇലക്ട്രിക് വണ്ടിയും ആളുകൾ വാങ്ങാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു വൻ ഹിറ്റ് ആവാനുള്ള സാധ്യത കുറവാണ്. ആളുകൾ വാങ്ങിയേക്കും. അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് ഓടിച്ചു നോക്കാനുള്ള അവസരം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഒരു റിവ്യൂ ചെയ്യാം കേട്ടോ പ്രോപ്പറായിട്ട്. ഇനി പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇന്നോവ ഹൈക്രോസിൻ്റെ കാര്യമാണ്. ഇന്നോവ ഹൈക്രോസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, അത് വന്നു അല്ലെങ്കിൽ വരാൻ പോകുന്നു. 21.1 കിലോമീറ്റർ മൈലേജ് ഉണ്ട്. അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു ആ വണ്ടിക്ക് ഒരുപാട് ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഇന്നിപ്പോൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഇന്നോവ ഹൈക്രോസ്, ടൊയോട്ട ഇന്നോവ ഹൈക്രോസിൻ്റെ കൂടെ തന്നെ ഇന്നോവ ക്രിസ്റ്റ ഉണ്ടാവുമെന്നാണ് റൂമേഴ്സ്. ക്രിസ്റ്റയ്ക്ക് CNG വരുന്ന വാർത്തയും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു കോൺട്രഡിക്ടറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൊയോട്ടയുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ഇന്നോവ ക്രിസ്റ്റ ഇല്ല, ആ ഒരു പുതിയ ഹൈക്രോസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വരുമെന്നോ വരില്ലെന്നോ പറയാനുള്ള അവസരം ഇപ്പോൾ ഇല്ല. റൂമേഴ്സ് പ്രകാരം വരുമായിരിക്കും, പക്ഷേ വരുമെന്നോ ഒരു ഉറപ്പില്ലാത്ത കാര്യമാണെന്നുള്ളതാണ്. ഹുണ്ടായി ക്രെറ്റയുടെ CNG സ്പൈ ചെയ്തതാണ്. സ്പൈ ചെയ്യാന്ന് പറയുമ്പോൾ ഹുണ്ടായി ക്രെറ്റയ്ക്ക് ഡീസലുണ്ട്, പെട്രോൾ ഉണ്ട്. ഇലക്ട്രിക് എന്തായാലും ഹുണ്ടായി ആ ഒരു വലിയ വണ്ടികൾ മാത്രമേ കൈവച്ചുള്ളൂ, ചെറിയ വണ്ടിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു CNG എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു ജനകീയമാക്കാനായിട്ട് ഹുണ്ടായെ സഹായിക്കുമായിരിക്കണം. കാരണം ഫ്യൂവൽ എഫിഷ്യൻസി ഒരു വലിയ മാറ്ററാണ്. ഇപ്പോൾ ഡീസൽ വണ്ടിക്ക് വില കൂടുതലാണല്ലോ. പെട്രോൾ വണ്ടിക്കുള്ള ഒരു വാല്യൂ ഫോർ മണി പ്രൊപ്പോസിഷൻ്റെ കൂടെ കുറച്ചുകൂടി ഒരു എഫിഷ്യൻസിയുള്ള CNG കൂടി വരികയാണെങ്കിൽ നല്ലതായിരിക്കും തോന്നുന്നു. എന്തായാലും ഹുണ്ടായി ആ ഒരു ക്രെറ്റ CNG ടെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. 2023 MG ഹെക്ടറിൻ്റെ ഒരു ഇത്തിരി ഫേസ് ലിഫ്റ്റ് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം മാറ്റങ്ങളുണ്ട് വണ്ടിക്ക്. ബോഡിയിൽ കാര്യമായിട്ട് മാറുന്നില്ല. ഫ്രണ്ട് മാറിയിട്ടുണ്ട്, ബാക്ക് മാറിയിട്ടുണ്ട്. സാധാരണ എല്ലാ ഫേസ് ലിഫ്റ്റും പോലെ തന്നെയാണ്. അപ്പോൾ പുതിയൊരു തരംഗം എന്നോണമുള്ള ആ ഒരു ലൈറ്റുകളെ കണക്ട് LED ബാറ് ഹെക്ടറിന് വന്നിട്ടുണ്ട്. അതാണ് എനിക്ക് പിന്നിൽ കണ്ട ഒരിത്തിരി നല്ല മാറ്റം. അപ്പോൾ കാണാനായിട്ട് ഒരിത്തിരി കൗതുകമുണ്ട്. കൊള്ളാമെന്ന ഒരു നിലയ്ക്കാണ് ആ വണ്ടി എനിക്ക് കണ്ടപ്പോൾ തോന്നിയിട്ടോ. അതായത് കുഴപ്പമില്ല, പുതിയൊരു മോഡൽ എന്ന നിലയ്ക്ക് കാണാൻ നല്ല ഒരു മൊഞ്ചൊക്കെ ഉണ്ട്. ഇപ്പം MGയുടെ ഒരു കാര്യം പറയുമ്പോൾ അവർ EDAS, അതായത് അഡാസ് ഫംഗ്ഷൻസിലൊക്കെ കൂടുതൽ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഗ്ലോസ്റ്റർ വന്നപ്പോൾ അതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഓട്ടോ ബ്രേക്കിംഗ് നടന്നപ്പോൾ XUV 700 നമ്മളുള്ള ഫീച്ചേഴ്സൊക്കെ ഗ്ലോസ്റ്ററിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു പുതിയ ഫേസ് ലിഫ്റ്റ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഈ മാറ്റത്തേക്കാൾ കൂടുതൽ ഇവ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പ്രത്യേകിച്ച് MG ആസ്റ്റർ എന്ന് പറഞ്ഞ വണ്ടിക്ക് തോന്നുന്ന ആ ഒരു AI ഒരു റോബോട്ടിനെ പോലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു പല വണ്ടികൾക്കും വ്യാപിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ജനുവരിയിൽ MG ഹെക്ടറിൻ്റെ ഒരു വരവ് ഉണ്ടാവുമെന്നുള്ളതാണ് അറിഞ്ഞിട്ടുള്ളത്. റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു ഹിമാലയൻ്റെ 650 വരുന്നു എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. അപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു 650 വരുന്നു എന്നത് ഉറപ്പിക്കാൻ, ലീക്കായിട്ടുള്ള ഇമേജ് കിട്ടിയെന്ന് മാത്രമല്ല ഉറപ്പിക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഒരു മീറ്റിയോറിൻ്റെ ആ ഒരു സൂപ്പർ മീറ്റിയോർ നമ്മൾ ആ ഒരു എനിക്ക് തോന്നുന്നു ഗോവയിൽ നടന്ന റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു പ്രോഗ്രാമിൽ കണ്ടു. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഹിമാലയൻ കുറച്ചുകൂടി വലുതാവുന്നു. അപ്പോൾ ഹിമാലയനെ ഓടിച്ച് പോയിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ ഗോവയ്ക്ക് തന്നെ പോയിട്ടുള്ള ആൾക്കാർ പറഞ്ഞ കാര്യമുണ്ട്, ഓഫ് റോഡ് ചെയ്യാൻ കൊള്ളാം, ഷോർട്ട് ഡ്രൈവ് ഒക്കെ നല്ലതാണ്. പക്ഷെ ലോങ് ഓടിക്കുമ്പോൾ ഒരു ഇത്തിരി നല്ല ഹൈവേ കിട്ടിയാൽ വണ്ടിക്ക് ഒരു ഇത്തിരി പവറിൻ്റെ കുറവ് തോന്നുമെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി CC കൂടുമ്പോൾ മാറുമായിരിക്കും. ടോർക്കി ആയിട്ടുള്ള വണ്ടിക്ക് ഒരു ഇത്തിരി കൂടി പവർ കൂടി കിട്ടുന്നുള്ള ഞാൻ പറഞ്ഞത്. അങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടി ആ ഒരു വണ്ടിക്ക് ഒരു സ്വീകാര്യത വരാൻ ചാൻസ് ഉണ്ടല്ലോ അല്ലേ. നിങ്ങൾ ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ അർബാനിയെ കുറിച്ച് കേട്ടോ? അർബാന എന്ന് പറയുമ്പോൾ ഒരു വാനാണ്. ഇപ്പോൾ ട്രാവലർ എന്ന് പറയുന്നത് കുറച്ചൊരു റെഡിമെൻ്റ് അല്ലെങ്കിൽ കുറച്ചൊരു എന്താ പറയുക ഒരു നാട്ടിൻപുറത്തെ വണ്ടി എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു ഹൈടെക് ഒരു
നമ്മുടെ ഇന്ദ്രിയത്തെ സിനിമ പറയും പോലെ ഹൈടെക് ആയിട്ടുള്ള കുറച്ച് ഫ്രീക്കനായിട്ടുള്ളൊരു വാൻ എന്നൊക്കെ പറയാൻ പറ്റും. എഞ്ചിനൊക്കെ 2.6 തന്നെയാണ്, സെയിം എഞ്ചിൻ തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഒരു വണ്ടി അർബാനിയ എന്ന് പറയുന്നതേ ഒരു ഇത്തിരി കാലികമാണ്. മെഴ്സീഡസ് ബെൻസിൻ്റെ വാനുകളൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇപ്പം മെഴ്സീഡസ് ബെൻസിൻ്റെ വാനുകൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് ആ ഒരു രൂപത്തിലാണ് കേട്ടോ. അത് മാത്രമല്ല അകത്തെ സീറ്റിംഗ് കോൺഫിഗറേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരു ഇത്തിരി കൂടി ഹൈടെക് തന്നെ ആ വാക്കിനെ പറയാൻ പറ്റുള്ളൂ. ഒരു ഹൈടെക് അല്ലെങ്കിൽ മോഡേൺ ആയിട്ടുള്ള വാൻ എന്ന് എനിക്ക് അർബാനിയെ കാണാം. എനിക്ക് കാണണം എന്ന് ആഗ്രഹമുണ്ട്. അതായത് 2.6 ലിറ്റർ എഞ്ചിൻ നമ്മൾ കണ്ടിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ആ ഒരു ഫോഴ്സ് ഗൂർക്കയിലാണ്. ആ ഒരു എഞ്ചിനുള്ള ഒരു വാൻ നൽകി എഞ്ചിനും കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത്, യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടാതെ കാഴ്ചക്കുള്ള ഭംഗി, ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു അർബാനിയ ഒന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ പിക്ചർ ഈ വീഡിയോ കാണിക്കുന്നുണ്ട്. വണ്ടി ഇവിടെ കൊച്ചിയിൽ എത്തിയിട്ടില്ല. എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പോയിട്ടൊരു വാക്കറുണ്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇനി പറയാൻ പോകുന്നത് റീകോളിനെ കുറിച്ചാണ്. റീകോൾ എന്ന് പറയുമ്പോൾ എന്താണ് ആദ്യം റീകോൾ എന്ന് പറയാം. അതായത് ഒരു വാഹനം ഇറങ്ങുമ്പോൾ ആ ഒരു വാഹനത്തിന് എന്തായാലും ഒരു മെക്കാനിക്കൽ പ്രൊഡക്റ്റ് ആണ്, എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആവണമെന്നില്ല, ചില ഇഷ്യൂസൊക്കെ ഉണ്ടാവാം. ആ ഒരു ഇഷ്യൂസ് പിന്നീട് തിരിച്ചറിഞ്ഞ് കമ്പനി വാഹനത്തെ കമ്പനിയുടെ കോസ്റ്റിൽ സർവീസ് സെന്ററിലേക്ക് തിരിച്ചു വിളിച്ച് ഫിക്സ് ചെയ്ത് പോകുന്നൊരു കാര്യത്തെയാണ് റീകോൾ എന്ന് പറയാം. അപ്പോൾ എനിക്ക് തോന്നുന്നു മഹീന്ദ്രയാണ് ഇപ്പോൾ അടുത്ത് ഏറ്റവും കൂടുതൽ ഒരു റീകോൾ നടത്തിയിട്ടുള്ളത്. ഏകദേശം 2022 4 റീകോൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു 4 റീകോൾ എന്ന് പറയുമ്പോൾ ജൂലൈയിൽ XUV 700 ഓൾ വീൽ ഡ്രൈവിന് റീകോൾ നടന്നു. പിന്നീട് സെപ്റ്റംബറിൽ താറും XUV 700 ടർബോ ചാർജിൻ്റെ ഇഷ്യൂസിന് റീകോൾ ചെയ്തു. 3 ദിവസം മുമ്പ്, അതായത് എനിക്ക് തോന്നുന്നു ചൊവ്വാഴ്ചയാണോ തിങ്കളാഴ്ചയാണോ, XUV 700 ഒരു കടകട സൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വിളിച്ചിട്ടുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് ആ മുന്നിലെ ലോവർ ആമിൻ്റെ റബ്ബർ ബുഷ് മാറ്റി കൊടുത്താൽ ശരിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു റബ്ബർ ബുഷ് മാറ്റാനായിട്ട് വിളിച്ചിട്ടുണ്ട്. 4ാമത്തെ റീകോൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു 13,000 വണ്ടികളോളം അഫക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. കൂടാതെ 6,700ഓളം വണ്ടികൾ ഒരു സ്കോർപ്പിയോയുടെ റീകോൾ കൂടി വന്നിട്ടുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ മഹീന്ദ്രയുടെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം, അതായത് ബെൽ ഹൗസിന്റെ താഴെയുള്ള റബ്ബർ ഒന്ന് ഇൻസ്പെക്ട് ചെയ്യണമെന്നാണ് ആ റീകോൾ. അപ്പോൾ ആ റീകോൾ ഏകദേശം ഒരു 6,700 വണ്ടികളുണ്ട്. ഫസ്റ്റ് ജൂലൈ മുതൽ 11 നവംബർ വരെ ഉണ്ടാക്കിയിട്ടുള്ള വണ്ടികളാണ് റീകോൾ. അപ്പോൾ റീകോളിന് പലപ്പോഴും സംഭവിക്കാറുണ്ട്, പല വണ്ടികൾക്ക് സംഭവിക്കാറുണ്ട്. എനിക്ക് തന്നെ എൻ്റെ ഫോർഡ് ആസ്പെയർ വാങ്ങിയ 2017 സമയത്ത് ഹെഡ് ലാമ്പിന് ഇഷ്യൂവിന് റീകോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുന്നത് നല്ലതാണ്. കാരണം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് അവർ തന്നെ കണ്ടുപിടിച്ച് അത് മാറ്റി തരാമെന്നുള്ളതാണല്ലോ. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഈ കമ്പ്യൂട്ടറിന് മുന്നിൽ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ എവിടെ നോക്കിയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്? കുറേ കാര്യങ്ങളൊക്കെ മെയിലിൽ നല്ല പ്രസ് റിലീസും കാര്യങ്ങളൊക്കെയാണ്. കുറേ കാര്യങ്ങളൊക്കെ vandipranthan.com-ലാണ്. vandipranthan.com എന്ന് പറയുന്നത് ഒരു പോർട്ടലാണ്, ഒരു വെബ് പോർട്ടലാണ്. വെബ് പോർട്ടൽ എന്ന് പറയുമ്പോൾ നമ്മുടെ വാഹന ലോകത്തെ റിവ്യൂസും ന്യൂസും, അത് മാത്രമല്ല ഞാൻ ചെയ്തിട്ടുള്ള നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ റിവ്യൂസ് കാണാനായിട്ടൊരു ഡെഡിക്കേറ്റഡ് പേജുമുള്ള ഒരു വെബ്സൈറ്റാണ് vandipranthan.com. ഈ ഒരു vandipranthan.com എന്ന് അടിക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ട് പുതിയൊരു ഡൊമൈൻ കൂടി രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ആ ഡൊമൈൻ്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഞാൻ വീണ്ടും ചെയ്യുന്നതായിരിക്കും. അൾട്രാ വയലറ്റിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അൾട്രാ വയലറ്റിൻ്റെ ആ ഒരു F77 ഇപ്പോൾ ദുൽഖർ സൽമാനൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണല്ലോ അൾട്രാ വയലറ്റ്. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ആ വാഹനം ഒരു ഇത്തിരി ഹെഡ് ഓഫ് ടൈമാണ്. കാരണം സൂപ്പർ ബൈക്കുകളുടെ ഒരു ടെറിട്ടറിയുള്ള ഇലക്ട്രിക് ബൈക്കുകൾ ആളുകൾ വാങ്ങാൻ സമയമായോ സംശയമുണ്ട്. അത് മാത്രമല്ല ആ വണ്ടി കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം ഒരു ഇത്തിരി ഒരു ഏലിയൻ ലുക്കുള്ളൊരു ബൈക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ചെയ്യൂ. അതായത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഒരു 1-2 വർഷം കഴിഞ്ഞ് വരേണ്ട ഒരു വണ്ടി ആയിരുന്നു അതെന്നുള്ളതാണ്. എന്തായാലും വണ്ടി ലോഞ്ച് ചെയ്യട്ടെ, ഓടിച്ചു നോക്കട്ടെ, കൂടുതൽ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഓടിച്ചൊരു വീഡിയോ ഞാൻ സ്റ്റൈലിൻ്റെ വീഡിയോ കണ്ട ഒരു കാര്യത്തിലാണ് ഇത്രയും പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല ഒരുപാട് വാർത്തകളും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളും വാഹന ലോകത്ത് സംഭവിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലേക്കും നമുക്ക് എത്തി നോക്കാൻ പറ്റുന്നു വരില്ല. പക്ഷേ പറ്റാവുന്ന കാര്യങ്ങൾക്ക് എത്തി നോക്കി എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ വീഡിയോസായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ചാനലിൻ്റെ ഒരു കാര്യമാണ്. അപ്പോൾ ഇനിയുമുള്ള വാർത്തകളും ഇനിയുമുള്ള കാര്യങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.